നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലാവരുടെയും അത് കാണുന്നുണ്ടേ, എല്ലാവരുടെയും കേൾക്കുന്നുണ്ട്. അത് വല്ലാതെ മങ്കടയിലെ LDF സ്ഥാനാർത്ഥി SDPI കാരനാണെന്നാണോ പറയുന്നത്? സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയല്ലേ? സ്ഥാനാർത്ഥിയോട് നിങ്ങളെന്ത് ചോദിച്ചു എന്ന് എനിക്ക് പറയാവൂ. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ മറുപടി ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടാണ് അറിയേണ്ടതെങ്കിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്, എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. ഈ വർഗീയതയോടെല്ലാം ശക്തമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഓ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ വിഷമത്തിനൊക്കെ മനസ്സിലാകുന്നുണ്ട്. ആ വിഷമം കൊണ്ട് നടക്കി. വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നലെ CPIയുടെ വിനോദ് കിഷൻ പറഞ്ഞത് വർഗീയ ശക്തികളുടെ ഞങ്ങൾ കൂട്ടുകൂടില്ല. രണ്ട് അഭിപ്രായം പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞതെന്താ? നിങ്ങൾക്ക് നിങ്ങളുടേതായ ധാരണകളുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങൾക്ക് വേണ്ടത് ഈ UDF പ്രചരിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ ഏതെങ്കിലും കൂട്ടറുമായിട്ട് ബന്ധപ്പെടുന്നു സ്ഥാപിക്കലാണ്. ഞങ്ങളെ അതിന് കിട്ടില്ല. ഞങ്ങൾ ഇന്ന് സ്വീകരിക്കുന്ന നിലയല്ല, എത്രയോ കാലമായിട്ട് സ്വീകരിക്കുന്ന നിലയാണ്. എത്രയോ കാലമായി വർഗീയതയോട് ഉറച്ച നിലപാടാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചാഞ്ചാട്ടവും ഞങ്ങൾക്ക് അനുഭവപ്പെടാറില്ല. എന്നാൽ അതാണോ കോൺഗ്രസ്? അതാണോ UDF? ഏതെല്ലാം കാലം കടന്നു വന്നിരിക്കുന്നു. ഇനി ആ ചരിത്രമൊക്കെ ഞാൻ എണ്ണണോ? എല്ലാ പത്രസമ്മേളനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ. പണ്ട് EMSന്റെ മത്സരം തൊട്ട് തുടങ്ങാലോ. പിന്നെ AKGയുടെ മത്സരത്തിൽ കാണിച്ചില്ലേ? പിന്നെ കോലി ബി സഖ്യം വന്നില്ലേ? പിന്നെ സീറ്റ് തന്നെ അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തില്ലേ BJPക്ക്? എല്ലാം ആരായിരുന്നു? അതെല്ലാം കോൺഗ്രസ് ചെയ്തല്ലേ ഇവിടെ. അവരെ നിങ്ങൾക്ക് പവിത്രീകരിക്കണം. ഒരു ശുദ്ധന്മാര്, വർഗീയതയെ തീണ്ടാത്തവര് എന്ന് സ്ഥാപിക്കണം. എന്നിട്ട് എല്ലാ കാലത്തും വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന LDFനെ മോശമായി ചിത്രീകരിക്കണം. അത് നിങ്ങളുടെ ആവശ്യമാണ്. എന്ത് ചെയ്യാനാണ്? നാട്ടുകാരത് വിശ്വസിക്കണ്ടേ? ജനങ്ങളുടെ അനുഭവത്തിലല്ലേ കാര്യങ്ങൾ വിലയിരുത്തുക.